ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 2 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 34 വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ലേവ്യർ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി വേല ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, അവിടെ 34 ഒരു പകുതി തൊട്ട് നമുക്ക് വായിക്കാം. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളം അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലേവ്യർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ആ ലേവ്യരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് എക്സോഡസ് പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിൻ്റെ 26 വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തിന് വിരുദ്ധമായി പരസംഗം ചെയ്ത ആ മനുഷ്യരുടെ മുൻപിൽ നിന്നുകൊണ്ട് മോശ സിനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ മനുഷ്യരുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുത്ത് വന്നുകൂടി. അന്നു മുതൽ ദൈവവേലയിൽ ലേവ്യർ എങ്ങനെയായിരുന്നു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ അവർ ഉത്സാഹമുള്ളവരായിരുന്നു. ദൈവത്തിന് വേല ചെയ്യുന്നതിൽ അവർ ഉത്സാഹമുള്ളവരായിരുന്നു. നമുക്ക് ദൈവവേലയിൽ എത്ര ഉത്സാഹമുണ്ട്! മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരുമാണോ നാം ദൈവവേലയിൽ എത്ര ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ ദൈവവേല ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മളെയും ആ ലേവ്യരെ പോലെ വിശുദ്ധീകരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെയും സഹായിക്കുവാൻ തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.